ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ ഉണ്ട്. എൻ്റെ ഫോൺ ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് നന്നാക്കാൻ കൊടുത്തേക്കുമായിരുന്നേ. അതാണ് ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. ഇന്നലെ ഇടാനുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. ഇന്നലെ അല്ല ഫോൺ നന്നാക്കാൻ കൊടുത്തത്, അതിന് മുമ്പേ നന്നാക്കാൻ കൊടുത്തതായിരുന്നു. പക്ഷേ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ എന്തെന്ന് നോക്കിയിട്ട് കാണുന്നില്ല. ഇന്നലെയും ഇന്നുമായിട്ട് കുറച്ച് വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഒന്നിച്ചാക്കിയിട്ട് കേട്ടോ ഇന്ന് വീഡിയോ ഇടുന്നത്. ഇന്നലെ ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് മഴയൊക്കെ ചാറുന്നുണ്ട്. എന്നാലും തുണി വെയിലത്തിട്ട് ഉണങ്ങാൻ സമ്മതിക്കുകയില്ല കേട്ടോ. ഞാൻ കൊണ്ടിടുമ്പോൾ മഴ പെയ്യും. അങ്ങനെ ചെറിയ വെയിൽ കണ്ടപ്പോൾ തുണിയൊക്കെ എടുത്ത് മുറ്റത്തേക്ക് ഇടുക. ഒന്നെങ്കിൽ മഴ പെയ്യണം, അല്ലെങ്കിൽ വെയിൽ വേണം. ഇത് രണ്ടും അല്ലാത്ത രീതിയില്ല. ഒരാൾ ഇതിനു വേണ്ടി തന്നെ അവിടെ നിൽക്കണം. കുറേ ആയിട്ട് ഈ അയൽ തുണിയൊന്നും വിരിച്ചിടുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ ചൗച്ചൗവിൻ്റെ വള്ളി അയ്യെ കൂടെ കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വള്ളി അങ്ങനെ എടുത്ത് മാറ്റിയൊന്നുമില്ല, അതിൽ കായും ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എടുത്ത് കളഞ്ഞാൽ അതൊക്കെ കരിഞ്ഞു പോകും. എന്നതാണ് ഡെയിലി ഓടില്ല. അതിലെങ്ങാണ്ട് ഒരു എലി ഓടി, അതിനാണ് നമ്മുടെ പൂവൻ വലിയ ബഹളം വെച്ചത് കേട്ടോ. ഒരു ചെറിയ കിളിയെങ്ങാനും പറന്ന് പോയാൽ മതി, ഭയങ്കര പേടിയവന്. പിന്നെ ഞാൻ കുറച്ച് സാമ്പാർ വെക്കും കേട്ടോ. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല. ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാർ വെച്ചാൽ കൂട്ടിയാലൊന്നും തീരത്തില്ല. അതുകൊണ്ട് ഒരു 3-4 ടൈപ്പ് പച്ചക്കറികൾ മാത്രം ഇട്ടിട്ട് ഒരു സാമ്പാർ. നമ്മൾ ഗുണ്ടൽപേട്ടയിൽ പോയപ്പം മേടിച്ചത് കേട്ടോ ആ ഒരു പരിപ്പ്. ഇങ്ങനത്തെ പരിപ്പാണെങ്കിൽ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ടാലും വെന്ത് കിട്ടും. അല്ലെങ്കിൽ പരിപ്പ് ആദ്യം വേവിച്ചിട്ട് വേണമല്ലോ കഷ്ണം ഇടാൻ വേണ്ടിയിട്ട്. സാമ്പാറൊക്കെ വെച്ചു. പിന്നെ തലേദിവസത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തിളപ്പിച്ചൊക്കെ വെച്ചു. ഇനിയിപ്പോൾ മുറ്റമൊക്കെ നടിച്ച് വരണം. അപ്പോൾ ആദ്യം ഞാൻ കുറ്റിച്ചൂല് എടുത്തുകൊണ്ട് വന്നു കേട്ടോ, ഈർക്കിലി ചൂല്. അതുകൊണ്ട് തൂക്കാനൊക്കെ പറ്റും, പക്ഷേ അതിന് നീളം കുറവായതിന് അത് മാറ്റിയിട്ട് തണങ്ങിൻ്റെ ചൂല് എടുത്തുകൊണ്ട് വന്നു. തണങ്ങിൻ്റെ ചൂലും കൊണ്ട് തൂക്കണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ മഴ പെയ്ത് കിടക്കുന്നതായതുകൊണ്ട് ഇലയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് മുറ്റമൊക്കെ കാടൊക്കെ പറിച്ച് വൃത്തിയാക്കിയിട്ടത്. ഒരുപാട് നാളൊന്നും ആയിട്ടില്ലല്ലോ, എന്നാലും എത്ര പെട്ടെന്നാണ് കാടൊക്കെ ആയേക്കുന്നത്. ഇപ്പം പിള്ളേർക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി മുറ്റത്തെ കാടൊക്കെ പറിച്ചൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ വേഗം അടിച്ചു വാരി തറയൊക്കെ തുടയ്ക്കട്ടെ. പിള്ളേർ എക്സാമൊക്കെ കഴിഞ്ഞ് വരാനായി. അക്കുവിന് ഇന്നിപ്പം ഉച്ചവരെയാണേ. അപ്പോൾ അക്കു കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടിക്കോളും. അവൾക്ക് വൈകുന്നേരം വരെയുള്ള സമയത്ത് ഞാൻ പോയി കൂട്ടണം ഉച്ചയാകുമ്പം. അപ്പോൾ ഇന്ന് ഏതായാലും അക്കു കൂട്ടിക്കൊണ്ട് വന്നോളൂ അവളെ. ഞാൻ തുടയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് മഴയൊന്ന് ചാറി, അതുകൊണ്ട് തുണിയൊക്കെ മുറ്റത്തിട്ടത് എടുത്തുകൊണ്ട് വെച്ചു. ഇനിയിപ്പോൾ മുറ്റത്ത് കൊണ്ട് വിരിച്ചിടുന്നില്ല, വർക്കേരിയെ കൊണ്ടിടണം. ഞാൻ കുളിക്കാൻ വേണ്ടി പോകും, അന്നേരം നോക്കാൻ പറ്റത്തില്ലല്ലോ. പിള്ളേർക്ക് കൊടുക്കാനുള്ള കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി ഞാൻ കപ്പിലാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണികൾ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ കുഞ്ഞിപ്പെണ്ണ് വന്നാൽ പിറ്റേ ദിവസത്തേക്ക് എക്സാമിനുള്ളതൊക്കെ പഠിപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് തിരക്ക് വെച്ച് വേഗം വേഗം പണികളൊക്കെ ചെയ്ത് തീർത്തത് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല വെയിലുണ്ട്, പിന്നെ നല്ല കാറ്റും അടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചവിട്ടികളെല്ലാം എടുത്ത് മുറ്റത്തേക്ക് ഇട്ടു. തറയൊക്കെ തുടച്ചിട്ടേക്കുമല്ലോ, ഉണങ്ങിയിട്ട് വേണമല്ലോ ചവിട്ടി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചവിട്ടിയൊക്കെ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അക്കുവിന് ഞാൻ ചോറും സാമ്പാറും പിന്നെ കുറച്ച് അച്ചാറും ഒക്കെ എടുത്തു കൊടുത്തു. എനിക്ക് തലേദിവസത്തെ ഉണക്കമീൻ കറി ഇരിപ്പുണ്ട് കേട്ടോ, അതൊക്കെ ഞാനൊന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുക. കുഞ്ഞിപ്പെണ്ണിനും ഇഷ്ടം കേട്ടോ എന്നെ പോലെ ഉണക്കമീൻ. അക്കു കൂട്ടത്തില്ല ഉണക്കമീനൊന്നും.
അപ്പോൾ ഉണക്കമീൻ കണ്ടതിന് കുഞ്ഞിപ്പെണ്ണ് കുറച്ച് ചോറൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് കഴിച്ചു. കുഞ്ഞിപ്പെണ്ണിന് സ്കൂളിൽ ഭക്ഷണമുണ്ട്. ഇന്നിപ്പോൾ മുട്ട ബിരിയാണിയൊക്കെ അവൾ കഴിച്ചിട്ടാണ് വന്നത്. ഞാൻ പാത്രം കൊടുത്തു വിടും. എന്തെങ്കിലും കാരണം കൊണ്ട് അക്കു കൂട്ടാൻ പോകാൻ ഇച്ചിരി താമസിച്ചാൽ വിശന്നിരിക്കണ്ടല്ലോ, അവിടുന്ന് ചോറ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാത്രം കൊടുത്തു വിടാറുണ്ട് കേട്ടോ. ഇത് ഇന്നെടുത്ത വീഡിയോയാണ്. ഓണത്തിനൊക്കെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി ആട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. വെള്ളരിക്ക ഇതുപോലെ ചെറുതായിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും പച്ചമുളകും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ച് വെക്കാം. പിന്നെ കുറച്ച് തേങ്ങ അരയ്ക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളരിക്ക വെന്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ ഒരുപാട് വെള്ളം ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ സാമ്പാർ പോലെ ആയി പോകുമേ. അതുകൊണ്ട് വെള്ളരിക്ക വേവിക്കുമ്പം ഒത്തിരി വെള്ളം വെച്ച് വേവിക്കാതിരിക്കണം. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഉണ്ടെങ്കിലല്ലേ തേങ്ങ അരഞ്ഞ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആ വെള്ളരിക്കയുടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുക്കുന്നത്. പിന്നെ ഈ കടുകും ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ഇടികല്ലിൽ വെച്ച് ചതച്ച് ചേർക്കുന്ന ഒന്നുകൂടെ ടേസ്റ്റ്. ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ചതച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് പിന്നെ ചതയ്ക്കാനേ പാടുള്ളൂ, അരയാൻ പാടില്ല. കടുകൊന്നും അരഞ്ഞു പോകല്ലേ. തേങ്ങായും വല്ലാതെ അരഞ്ഞു പോകരുതേ. ഇനിയിപ്പം തൈര് ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ അരച്ച തേങ്ങായും പിന്നെ തൈരും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഉപ്പ് ആദ്യമേ ചേർത്തതല്ലേ, പിന്നെ വേണോ നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിപ്പം ഈ പച്ചടിയിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളരിക്ക വേവിച്ച വെള്ളത്തിൽ അരച്ചെടുത്തു. പിന്നെ തൈരും ഒക്കെ ചേർത്ത് മിക്സാക്കുകയല്ലേ ചെയ്തത്. ഇനിയിപ്പോൾ അഥവാ വെള്ളം വേണമെങ്കിൽ തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പച്ചവെള്ളം ഒഴിക്കണ്ട, നമ്മളിത് വേവിക്കുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പച്ചവെള്ളം ഒഴിക്കണ്ട. പുളി എത്രയും വേണോ അതിന് കണക്കാക്കിയിട്ട് തൈര് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ലാസ്റ്റ് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ചു വെക്കണം. നമ്മൾ ഏത് കറി വെക്കുമ്പോഴും ഇങ്ങനെ കടുക് വറുത്തിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷമേ തുറന്ന് ഇളക്കാവുള്ളൂ. എന്നാലേ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ പച്ചടി വെക്കുമ്പം സാധാരണ എല്ലാവരും ഇഞ്ചി ചേർക്കാറില്ല. പക്ഷേ ഇഞ്ചി ചേർത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ കേട്ടോ. അങ്ങനെ ഒരുപാട് കുറുകി ഇരിക്കാനും പാടില്ല, എന്നാൽ ഒരുപാട് വെള്ളം പോലെ ആവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം കറി ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളരിക്ക മൺചട്ടിയിലിട്ട് വേവിക്കുകയോ അല്ലെങ്കിൽ കുക്കറിലിട്ട് വേവിക്കുകയോ ചെയ്യാം കേട്ടോ. കുക്കറിലാണേലും വിസിൽ വരാൻ നേരത്ത് ഓഫാക്കിയാൽ മതി. ഇന്നിപ്പോൾ വൈകുന്നേരം വരെ അക്കുവിന് എക്സാം ഉണ്ട്. അതുകൊണ്ട് ഉച്ചയായപ്പോൾ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നു. കുറച്ച് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ ഒന്ന് ഇടഞ്ഞ് വെച്ചതാട്ടോ. അതിനകത്തേക്ക് കുറച്ച് തൈര്, അല്ലെങ്കിൽ ദോശയുടെ ഇഡ്ഡലിയുടെ മാവ് ഉണ്ടെങ്കിൽ ഒരു ശകലം ചേർത്ത് കൊടുത്താലും മതി. തൈര് ഒരുപാടാവരുത് കേട്ടോ. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര ഇടുവാണേ. ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടി. ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചും അങ്ങനെയൊക്കെ പല രീതിയിലും പഴംപൊരി ഉണ്ടാക്കും. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന. പിന്നെ അപ്പക്കാരം വേണമെങ്കിൽ ഒരു നുള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മാവൊന്ന് മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. എന്നിട്ട് വേണം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അരിപ്പൊടി വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അരിപ്പൊടി ഇട്ടിട്ടില്ല. 1 സ്പൂണൊക്കെ മതിയാവും അരിപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ. പിന്നെ അപ്പക്കാരം ഇടുവാണെങ്കിൽ മഞ്ഞൾ പൊടി ഇടരുത് കേട്ടോ. രണ്ടും കൂടെ ഒന്നിച്ചാവുമ്പോൾ ഒരു ചുമന്ന കളർ വരും. മഞ്ഞൾ പൊടിക്ക് പോരാന്നേരം യെല്ലോ ഫുഡ് കളറില്ലേ, അത് ചേർത്തിട്ട് അപ്പക്കാരം ഇടണം. എന്നാലേ കറക്റ്റ് കളറായിട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ചുമന്ന കളർ വരും. ഇനിയിപ്പോൾ പഴമൊക്കെ മുറിച്ചിട്ട് ഈ മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ചായയും വെക്കണം. ഇന്നിപ്പോൾ മുറ്റത്ത് കാട് പറിക്കുക ഞങ്ങളെല്ലാവരും കൂടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വന്നത്. ചായക്കുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു പഴം 4ആയിട്ട് നീളത്തിൽ മുറിച്ചെടുക്കുക കേട്ടോ ചെയ്തേ. ചെറുതായിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നമ്മുടെ ഇഷ്ടം പോലെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി പഴംപൊരി മാവിൽ മുക്കി, പഴംപൊരിയല്ല പഴം മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്കിടാം. നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഴം ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് കൈ മാറ്റണം.
അതിൻ്റെ മണ്ടയ്ക്കൂടി ഇങ്ങനെ മാവൊക്കെ ഒഴിക്കാൻ പോയാൽ അതിൻ്റെ ഷേപ്പ് അങ്ങ് പോകും. ഇത് കണ്ടോ, നമ്മൾ ചായക്കടയിലൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ പഴംപൊരി. നല്ല ചൂടുണ്ട്. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.